ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. മാരിമുകിൽ പോലെ പെയ്ത തീത്തുള്ളികൾ എവിടെ? കാലനവെന്ന മൃത്യുഞ്ജയനെവിടെ? ഉലകത്തിൽ തുടിച്ച ശൈവതാളം പോലെ അശാന്തിയുടെ മേൽ ഇളങ്കാറ്റായി വീശിയ ശാന്തി മന്ത്രം പോലെ ശനിശാപ ദുരിതം തീർക്കാൻ വന്ന അവതാര രൂപം പോലെ മണ്ണിനെ വിണ്ണാക്കാൻ വന്ന മഹാമാന്ത്രികനെവിടെ? വിധിയെ തോൽപ്പിക്കാൻ വന്ന വീരസാഹസികനെവിടെ? വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. കഷ്ടം. എല്ലാ സിനിമകളിലും ഒരാളുണ്ടാവുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഹീറോ ആണോ? അല്ല, വില്ലൻ. അവൻ ആര്, എന്തിനിവിടെ വന്നു എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന്. ഐ വാണ്ട് ടു സീ ഇറ്റ്. ദ സ്റ്റോൺ, ഇഫ് ഇറ്റ് എക്സിസ്റ്റ്സ്. എങ്ങോട്ടാണ് അവരെ പറഞ്ഞു വിടേണ്ടത്? എവിടെയാണ് ഈ വീരക്കല്ല്? എവിടെയാണ് ആക്ച്വൽ എൽ ഡൊറാഡോ? അക്കാര്യം ആലോചിക്കാനെങ്കിലും പറ്റുമോ? അവൻ നമുക്ക് ഇവിടെ തന്ന അടിയെക്കുറിച്ച് ഓർക്കുമ്പോ അവിടെ പോകുന്ന കാര്യം പോലും ആരും ചിന്തിക്കില്ല. പൊള്ളുന്ന നെഞ്ചിലെ ചൂടിൽ അടിമുടി ഭയന്ന് വിറച്ച് ആകാശത്തിലെ ഉൽക്കകളായി ഭൂമിയിൽ പതിച്ച്. എന്താ ഇത്? കരിഞ്ഞു പോയതാന്ന് തോന്നുന്നു. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്നാരും ശ്രദ്ധിക്കില്ല. അടികൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ. ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത്, അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി. വിധി പോലും വിറച്ചുപോയി.